നിരസിക്കപ്പെട്ട് തനിച്ച് ഏകലവ്യൻ കാട്ടിൽ കൂടുതൽ ആഴത്തിലേക്ക് നടന്നു. ദുനിയാവിൽ നിന്ന് അകലേക്ക്, വേദനയിൽ നിന്ന് അകലേക്ക്, പക്ഷേ തന്റെ വിധിയോട് കൂടുതൽ അടുത്തേക്ക്. കാടിന്റെ ഹൃദയഭാഗത്ത് അവൻ ഒരു ശാന്തമായ തുറസ് കണ്ടെത്തി. ഇതായിരിക്കും അവന്റെ ഗുരുകുലം. ഇതായിരിക്കും അവന്റെ പരിശീലൻ മൈതാനം. അവൻ മുട്ടുകുത്തി മണ്ണിലേക്ക് കൈകൾ ആഴ്ത്തി. സമൃദ്ധമായ ചുവന്ന കളിമണ്ണ് അവന്റെ വിരലുകളിൽ ജീവനുള്ളതുപോലെ തോന്നി. ക്ഷമയുള്ള കൈകളോടും കേന്ദ്രീകൃത മനസ്സോടും കൂടി അവൻ കളിമണ്ണ് രൂപപ്പെടുത്താൻ തുടങ്ങി. ഓരോ സ്പർശവും ഭക്തിയിൽ നിറഞ്ഞിരുന്നു. പതുക്കെ ഒരു ജ്ഞാനിയായ ഗുരുവിന്റെ രൂപം കളിമണ്ണിൽ നിന്ന് ഉയർന്നുവന്നു. ദ്രോണാചാര്യർ ജീവസുറ്റതായി വരികയായിരുന്നു, ഗുരുകുലത്തിൽ അല്ല, ഏകലവ്യന്റെ ഹൃദയത്തിൽ. പ്രതിമ പൂർണ്ണമായപ്പോൾ അവൻ അത് പൂക്കൾ കൊണ്ട് അലങ്കരിച്ചു, മുന്നിൽ വിളക്ക് കത്തിച്ചു. എല്ലാ ദിവസവും രാവിലെ വില്ലെടുക്കുന്നതിനു മുൻപ് അവൻ കൈകൂ